നമസ്കാരം. എന്തൊക്കെയുണ്ട്? നല്ല മഴ ഇന്നും ഇവിടെ. നിങ്ങളുടെ സ്ഥലത്തൊക്കെ മഴയുണ്ടോ? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഞാനൊന്ന് ആലോചിച്ച് വന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഡെസ്റ്റിനി, വിധി, ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുമല്ലോ, അതെന്താണെന്ന് യൂണിവേഴ്സ് എന്താണ് ആലോചിച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് നമുക്ക് നോക്കിയാലോ. നല്ലതായി തന്നെ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഞാൻ ഡെക്സ് എടുത്ത് വെച്ചത് കേട്ടോ. 3 ഡെക്ക് വെച്ചിട്ടുണ്ട്. പിക്കപ്പ് പൈൽ. ഓക്കെ, പൈൽ 1, പൈൽ 2, പൈൽ 3. ഇതിൽ ഏത് ഡെക്കാണ് നിങ്ങൾക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ ആ ഡെക്ക് ചൂസ് ചെയ്തോളുക. 1 ആണോ 2 ആണോ 3 ആണോ എന്ന് മനസ്സിൽ വിചാരിക്കുക. കുറേശ്ശെ കാർഡ്സേ ഞാൻ എടുക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ റീഡിങ് ഒരുപാട് ലോങ് ആയി പോവും. ഓക്കെ, എന്നിട്ട് നമുക്ക് നോക്കാം അതിലുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്ത് നെക്സ്റ്റ് ആക്ഷൻ ആയിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും വരിക, ഇതിനൊരു തീരുമാനം ഉണ്ടാവുമോ എന്നൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. കാരണം ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. ഒരു പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാക്റ്റ് സിറ്റുവേഷൻ എന്താണെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇത് ജനറൽ റീഡിംഗ് ആണ്. ഇത് എന്തെങ്കിലും നെഗറ്റീവ് കണ്ട് ഉടനെ അത് 100% മനസ്സിലേക്ക് എടുത്ത് ടെൻഷൻ ആവരുത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കുക കേട്ടോ. ടെൻഷൻ അടിച്ചിരിക്കരുത് എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, എല്ലാവർക്കും നല്ല റീഡിംഗ് ആയിട്ട് തന്നെ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. പൈൽ 1കാർക്ക് ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെയും അവരുടെ പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിൻ്റെ ഭാവി എന്താണെന്നാണ് അങ്ങ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങയുടെ തീരുമാനം എന്തായിരിക്കും? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ അങ്ങയുടെ തീരുമാനം എന്തായിരിക്കും എന്നൊന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സ് അവരുടെ വ്യക്തിയുമായി തീവ്രമായ സ്നേഹത്തിലാണ്. അവരുടെ കാര്യത്തിൽ അങ്ങയുടെ തീരുമാനം എന്താണ് എന്ന് പറഞ്ഞു തരും. എടുക്കുകയാണേ. Page of Pentacles, Queen of Cups, Hermit, Queen of Pentacles, Chariot, good, Emperor, Temperance. എല്ലാം ക്ലാരിഫൈ ചെയ്ത് തന്നെ ഞാൻ മുന്നോട്ട് പോകും കേട്ടോ. ക്ലാരിഫൈ പേജ് ഓഫ് പെൻഡക്കിൾസ്. പേജ് ഓഫ് പെൻഡക്കിൾസ് കൊണ്ടങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ വിട്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നിങ്ങൾക്കൊരു റീയൂണിയൻ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. തൽക്കാലം നിങ്ങളൊരു സെപ്പറേഷനിലൊക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഒരു കോൾ, ഒരു മെസ്സേജ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വന്ന് നിങ്ങളെ കാണാനുള്ള സാഹചര്യം വരുന്നതായിട്ട് ഡിവൈൻ പറയുന്നു കേട്ടോ. 2 ഓഫ് കപ്സ് റീയൂണിയൻ്റെ കാർഡാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് പരസ്പര സ്നേഹം തന്നെയാണ്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നിങ്ങൾ പിരിഞ്ഞിരിക്കുകയായിരിക്കും, പക്ഷെ നിങ്ങൾ ഒരുമിച്ച് വരുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. ക്വീൻ ഓഫ് കപ്സ് കൊണ്ട് എന്താണ് ഡിവൈൻ ഉദ്ദേശിക്കുന്നത്? ക്വീൻ ഓഫ് കപ്സ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഏസ് ഓഫ് സ്വാർഡ്സ് ആൻഡ് 8 ഓഫ് വാൻഡ്സ്. അവിടെയും നിങ്ങൾ പല സിറ്റുവേഷൻസിൻ്റെ സമ്മർദ്ദം മൂലം പിരിഞ്ഞിരിക്കുകയാണെങ്കിൽ വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. അവർക്ക് ഒരു റിയാലിറ്റി ചെക്ക്, ഒരു മെൻ്റൽ ക്ലാരിറ്റി അവിടെ കിട്ടുന്നതായിട്ടും, നിങ്ങളെ പ്രതി അവർ ഹൈലി ഇമോഷണലാണ്, നിങ്ങളവരെ പ്രതി ഇമോഷണലാണ് എന്നുള്ളൊരു ബോധം അവർക്ക് ഉണ്ടാവുന്നതായിട്ടും കാണുന്നു. തടസ്സങ്ങൾ ഉണ്ട്. തടസ്സങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നതായും നിങ്ങളുമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആവുന്നതായിട്ടും തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. അവിടെ ഡിവൈൻ തടസ്സങ്ങളുണ്ട്. തടസ്സങ്ങൾ മറികടന്ന് അവർക്ക് ആ മെൻ്റൽ ക്ലാരിറ്റി കിട്ടുന്നു എന്നാണ് ഡിവൈൻ അവിടെ പറയുന്നത് കേട്ടോ. നിങ്ങളുമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ അവർക്കുണ്ട് എന്നുള്ളൊരു ബോധം നിങ്ങളുടെ പേഴ്സണ് വരുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. ഓക്കെ, ക്ലാരിഫൈ ദ ഹെർമിറ്റ്. ഹെർമിറ്റിൻ്റെ കാര്യത്തിൽ എന്താണ്
ഡിവൈൻ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് എന്താണ് ഉണ്ടാവുക? 9 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 4 ഓഫ് വാൻഡ്സ്. അവർ ജോലി സംബന്ധമായിട്ട് നിങ്ങൾ പിരിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി കൊണ്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാവുന്നത്. നിങ്ങളുടെ പേഴ്സൺ വളരെ ഒറ്റപ്പെട്ട ഒരു ഫീലിങ്ങിലാണ്. അവർ എവിടെയാണോ ഇരിക്കുന്നത് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ നിങ്ങളുടെ ആ സെപ്പറേഷൻ മാറി നിങ്ങൾക്കൊരു വിഷ് ഫുൾഫിൽമെൻറ്റ് വരും എന്ന് തന്നെയാണ് അവിടെ ഡിവൈൻ പറയുന്നത്. നിങ്ങൾക്ക് ഈ പേഴ്സണുമായിട്ട് തന്നെ വിവാഹം നടക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് തന്നെ ഡിവൈൻ പറയുന്നു കേട്ടോ. ഫയൽ 1 ഇതുവരെ എല്ലാം ബ്യൂട്ടിഫുൾ കാർഡ്സാണ് വന്നിരിക്കുന്നത് അല്ലേ. എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അവർ ആ തടസ്സങ്ങൾ തരണം ചെയ്ത്, ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ആയാലും അത് തരണം ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങൾക്കൊരു യൂണിയൻ ഉണ്ടാകുന്നതായിട്ട് തന്നെയാണ് അവിടെ വീണ്ടും പറയുന്നത്. ആ ഫസ്റ്റ് സെറ്റിലുള്ള എല്ലാവർക്കും തന്നെ റീയൂണിയൻ തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. ക്ലാരിഫൈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. ഏത് സെറ്റ് കാർഡ്സ് ആർക്ക് എങ്ങനെ റെസനേറ്റ് ആകുന്നു അതുപോലെ മാത്രം എടുക്കുക, എല്ലാ പേർക്കും ഉള്ളതല്ല എന്ന് മനസ്സിലാക്കുക കേട്ടോ. ക്ലാരിഫൈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. ഓരോ സെറ്റ് കാർഡ് ഓരോരുത്തർക്കുള്ളതാണ് എന്ന്. ഓക്കെ. 2 ഓഫ് സ്വാർഡ്സ് ആൻഡ് എംപ്രസ്. അവിടെ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് പറയുമ്പോൾ ഫൈനാൻഷ്യലി അവർ മറ്റൊരാളെ ഡിപ്പെൻഡൻ്റ് ആണ്. നിങ്ങളുടെ പേഴ്സൺ എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ, അവിടെ ഒരു കൺഫ്യൂഷൻ ജഗ്ലിംഗ് ഒക്കെ ആണെങ്കിൽ അവിടെയും അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. അവർ നിങ്ങളെ വിട്ടു പോകാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ആ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വരുന്ന സമയത്ത് അവർ തീർച്ചയായും നിങ്ങളെ അന്വേഷിച്ച് വരുമെന്ന് തന്നെയാണ് അവർ ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അവർക്ക് അവിടെ വന്നിട്ടില്ല. അവർക്ക് കരിയറിൽ ശ്രദ്ധിക്കണം, കരിയർ കണ്ടുപിടിക്കണം, അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്. അതുകൊണ്ടുള്ള ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ്. മറ്റൊരാളുടെ കൺട്രോളിലാണ് അവരുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങളിപ്പോൾ. പക്ഷേ അത് ആ സമയം മാറി വരുമ്പോൾ നിങ്ങളെ അവരൊരു എംപ്രസ്സായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻ്റ് ഒന്നും അവരുടെ ലൈഫിൽ പോസിബിളേ അല്ല. നിങ്ങളെ തീർച്ചയായും അന്വേഷിച്ച് വരുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇത് കൂടുതലായും സ്റ്റുഡൻസോ അല്ലെങ്കിൽ ജോലി ആയിട്ടില്ല, ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരോ അങ്ങനെയൊക്കെ ആയിരിക്കണം. അവിടെ തീർച്ചയായിട്ടും ആ സിറ്റുവേഷൻ സോൾവ് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. ക്ലാരിഫൈ ദ ചാരിയറ്റ്, ക്ലാരിഫൈ ദ ചാരിയറ്റ്, ക്ലാരിഫൈ ദ ചാരിയറ്റ്, ക്ലാരിഫൈ ദ ചാരിയറ്റ്. 9 ഓഫ് കപ്സ് ആൻഡ് ഡെത്ത്. അവിടെ ഒരു ഉറച്ച തീരുമാനവുമായിട്ട് നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ കരുതുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്ന നിങ്ങളെ കിട്ടുന്നതാണ് അവർക്ക് ജീവിതത്തിലുള്ള ഏറ്റവും വലിയ വിജയം, അല്ലെങ്കിൽ ഏറ്റവും വലിയ സക്സസ്. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളെ കിട്ടുക എന്നുള്ളതാണ്. ഒരു ഉറച്ച തീരുമാനവുമായിട്ട് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ പേഴ്സൺ വരുന്നു എന്ന് തന്നെയാണ് ഡിവൈൻ ഇവിടെ പറയുന്നത്. നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ കൂടുതലായും യൂണിഫോംഡ് ജോബ്സ് ഉള്ള വ്യക്തികളായിരിക്കും. നിങ്ങൾക്കും ആയിരിക്കാം കേട്ടോ. ഒരു യൂണിഫോം ജോബൊക്കെ ചെയ്യുന്ന, യൂണിഫോം ധരിക്കേണ്ട ആവശ്യം വരുന്ന ജോബിലുള്ള ആൾക്കാരായിരിക്കും. അവിടെ ഒരു പുതിയ ലൈഫിൽ അല്ലെങ്കിൽ ഒരു പുതിയ റിലേഷൻ്റെ തുടക്കവുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ. ക്ലാരിഫൈ ദി എംപറർ. ബ്യൂട്ടിഫുൾ. ഇന്ന് ആദ്യത്തെ ഗ്രൂപ്പുകാർക്കെല്ലാം നല്ല കാർഡ്സാണ്. ക്ലാരിഫൈ ദി എംപറർ, ക്ലാരിഫൈ ദി എംപറർ. ഞാൻ അത്രയ്ക്ക് പ്രാർത്ഥിച്ചിട്ടാണ് കാർഡ്സ് എടുത്ത് തുടങ്ങിയത്. ക്ലാരിഫൈ ദി എംപറർ, ക്ലാരിഫൈ ദി എംപറർ. നിങ്ങളുടെ ടെൻഷൻ എന്തായിരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ക്ലാരിഫൈ ദി എംപറർ, ക്ലാരിഫൈ ദി എംപറർ. സിക്സ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 6 ഓഫ് കപ്സ്. ഓക്കെ. നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണമെന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ട്. ഇവർ നിങ്ങളെ പ്രതി വളരെ റെസ്പോൺസിബിളായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അവിടെ ഇത് പ്രോബബ്ലി നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആയിരിക്കാം, നിങ്ങളുടെ സ്പൗസ് ആയിരിക്കാനാണ് സാധ്യത. കാരണം നിങ്ങളുടേതൊരു ലോങ് ടേം റിലേഷൻഷിപ്പാണെന്ന് അവിടെ കാണുന്നു. എന്തെങ്കിലും സാഹചര്യവശാൽ നിങ്ങളൊരു സെപ്പറേഷനിലൊക്കെ ആണ് എന്നൊരു സിറ്റുവേഷൻ ആണെന്നിരിക്കട്ടെ, അവിടെ അവർ നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ ഓർമ്മകൾ അവർക്ക് ഒരിക്കലും മായ്ച്ചു കളയാനൊന്നും പറ്റില്ല അവരുടെ മനസ്സിൽ നിന്നും കേട്ടോ. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് അവരുടെ മനസ്സിൽ ഉണ്ട്. നിങ്ങളെ പ്രതി അവർ ഹൈലി റെസ്പോൺസിബിളായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള അതിതീവ്രമായ ഒരു ആഗ്രഹം അവർക്ക് മനസ്സിൽ എപ്പോഴും ഉണ്ട്. കാരണം ഒരുപാട് കാലമായിട്ടുള്ള ബന്ധമാണ് നിങ്ങളുടെ. ഒരു ആത്മബന്ധമൊക്കെ അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്നേഹം കൊടുത്ത് സ്നേഹം കൈപ്പറ്റണം എന്ന് തന്നെയാണ് നിങ്ങളുടെ ഡെസ്റ്റിനി കേട്ടോ. അവിടെ അവർ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തെന്നും കൂടെ ഉണ്ടാവും എന്ന് തന്നെയാണ് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ടെമ്പറൻസ്,
അതൊരിക്കലും ഒരു നെഗറ്റീവ് കാർഡല്ല, അതൊരു ബാലൻസിൽ എത്തുന്ന കാർഡാണ് അല്ലേ. ക്ലാരിഫൈ ടെമ്പറൻസ്, ക്ലാരിഫൈ ടെമ്പറൻസ്, ക്ലാരിഫൈ ടെമ്പറൻസ്. Ace of Cups and King of Wands, Ace of Cups and King of Wands. അവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഹീലിങ്ങിൽ കൂടി കടന്നു പോകുന്നതായിട്ടും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. കാരണം ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അവിടെ വന്നിരിക്കുന്നത്. ഓവർവെൽമിങ് സ്നേഹമാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നാറുള്ളത്. കിങ് ഓഫ് വാൺസ് വെച്ച് അട്രാക്ഷനും തോന്നാറുണ്ട്. നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ വളരെ കരസ്മാറ്റിക് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയായിരിക്കണം. കാണാൻ വളരെ നല്ല ഒരാളായിരിക്കണം. ഭയങ്കര നന്നായി സംസാരിക്കുന്ന, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള, എല്ലാവർക്കും പൊതുവെ പെട്ടെന്നൊരു അട്രാക്ഷൻ തോന്നുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. ആ ഒരു അട്രാക്ഷനും സ്നേഹമൊക്കെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ അടുത്ത് തോന്നാറുണ്ട് തിരിച്ചും. ഓക്കെ, അവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു നല്ല ബാലൻസിൽ മുന്നോട്ട് പോകുന്നതാണ് എന്ന് തന്നെയാണ് അതിൻ്റെ ഡെസ്റ്റിനി. അവരും നിങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. രണ്ടുപേരും തന്നെ സ്വല്പം സ്പിരിച്വാലിറ്റി കയ്യിൽ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് എന്നും കാണുന്നുണ്ട്. പരസ്പര സ്നേഹത്തോടെയും ആകർഷണത്തോടെയും നിങ്ങളുടെ സ്നേഹം ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് എത്തുന്നതായിട്ട് തന്നെയാണ് അവിടെ ഡെസ്റ്റിനി ആയിട്ട് കാണുന്നത് കേട്ടോ. ഫസ്റ്റ് പൈലുകാർക്ക് വളരെ ബ്യൂട്ടിഫുൾ എനർജി ആയിരുന്നു. മറ്റു 2 പൈലുകാർക്കും അതുപോലെ തന്നെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത പൈലിലേക്ക് പോകാം നമുക്ക്. ഇനി പൈൽ 2കാർക്ക് ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് ഒരു വ്യക്തിയുമായി അതിതീവ്രമായ പ്രണയത്തിലാണ്. അവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഡെസ്റ്റിനി എന്താണ്, റിലേഷൻഷിപ്പിൻ്റെ ഭാവി എന്തായിട്ടാണ് അങ്ങ് തീരുമാനിച്ചിരിക്കുന്നതെന്നൊന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണുമായിട്ടുള്ള അവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഡെസ്റ്റിനി, വിധി എന്താണെന്നാണ് അവിടുന്ന് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു തരൂ. ഡിവൈൻ്റെ തീരുമാനം എന്താണ് എന്ന് എൻ്റെ വ്യൂവേഴ്സിനൊന്ന് പറഞ്ഞു എടുക്കുവാണേ. 4 of Pentacles, Hierophant, okay, Ace of Swords, King of Pentacles, 3 of Wands, King of Wands, 5 of Cups, bottom of the deck King of Cups. Okay, ക്ലാരിഫൈ ചെയ്ത് തന്നെ പോവാം കേട്ടോ. 4 of Pentacles കൊണ്ട് അവിടുന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ തീരുമാനം എന്തായിരിക്കും, എങ്ങനെയാണ് അവരുടെ ഡെസ്റ്റിനി എന്നൊന്ന് പറഞ്ഞു തരൂ. 10 of Pentacles ആൻഡ് Magician ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രതി ഹൈലി പൊസസീവായിട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം നിങ്ങളെ ഒരുപാട് സ്നേഹമാണ്, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. മജീഷ്യൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏത് സമയം എന്ത് ചെയ്യുമ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നു എന്നാണ് അവിടെ കാണുന്നത്. ഹൈലി പൊസസീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ പറയുക, ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളവരെ വിട്ടു പോകും എന്നൊക്കെയുള്ളൊരു ഭയം അവർക്ക് എപ്പോഴും ഉണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അവരുടെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതായിട്ടും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി പൂർണ്ണമായും ഏറ്റെടുക്കുന്നതായിട്ടും നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ഭാവിയിൽ കിട്ടുന്നതായിട്ടും തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ ദ ഹെയറോഫന്റ്, ക്ലാരിഫൈ ദ ഹെയറോഫന്റ്, ക്ലാരിഫൈ ദ ഹെയറോഫന്റ്. ഹെയറോഫന്റ് ഒരു ട്രിക്കി കാർഡാണ്. ഹെയറോഫന്റ് എന്ന് ക്ലാരിഫൈ ചെയ്യൂ ഡിവൈൻ. ചാരിയറ്റ് ആൻഡ് ഏസ് ഓഫ് കപ്സ്. ഓക്കെ, താങ്ക്ഫുള്ളി. അതായത് ഇവിടെ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി, ഒരു കല്യാണം നിങ്ങളെ അവരുടെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ അല്പം സ്പിരിച്വലായിട്ട് ഉള്ള ഒരു വ്യക്തിയായിരിക്കണം. അല്ലെങ്കിൽ 4 പേര് ഉപദേശം ചോദിച്ച് അവരുടെ അടുത്തേക്ക് വരാറുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു ടീച്ചറായിരിക്കാം, ഒരു ടാരോ റീഡർ ആയിരിക്കാം, അതേപോലെ ഒക്കൾട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജ്യോതിഷം, ടാരോ റീഡിങ്, അങ്ങനത്തെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം, ഒരു പ്രീസ്റ്റ് ആയിരിക്കാം, ഒരു ടീച്ചറായിരിക്കാം. ഓക്കെ, അതായത് 4 പേര് ഉപദേശം ചോദിച്ചവരുടെ അടുത്ത് വരാറുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ യൂണിഫോംഡ് ജോബിലായിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. ഈ ഹെയറോഫെൻറ്റിൻ്റെ എനർജി ഞാൻ പറഞ്ഞ നിങ്ങളും ആയിരിക്കാം. 2 പേരുടെയും കണക്റ്റ് ആവാൻ സാധ്യതയുണ്ട്.
ഒരുപാട് എനർജീസ് ഇന്ന് അവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ്, ഒരു സംശയവും വേണ്ട. അവർ ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾ തന്നെയാണ് അവരുടെ ലൈഫ് പാർട്ട്ണർ. അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാനായിട്ട് അവിടെ ഒന്നുമില്ല. അത്രയ്ക്ക് സ്നേഹം, ഓവർവെൽമിങ് സ്നേഹമാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ടു പോകുന്ന കാര്യമൊന്നും അവർ ഒരിക്കലും ആലോചിച്ചിട്ടില്ല, ആലോചിക്കുകയുമില്ല എന്ന് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഡെസ്റ്റിനി. നിങ്ങളുടെ പേഴ്സൺ എന്നും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. ഒരു പക്ഷേ ഇവർ ആയിട്ട് നിങ്ങൾക്കൊരു സ്റ്റേബിൾ ലൈഫ് ഉണ്ടാകാനുള്ള സാഹചര്യവും അവിടെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. ക്ലാരിഫൈ ഈസ് ഓഫ് സോട്ട്സ്, ക്ലാരിഫൈ ഈസ് ഓഫ് സോട്ട്സ്, ക്ലാരിഫൈ ഈസ് ഓഫ് സോട്ട്സ്. ഓരോ ഗ്രൂപ്പ് കാർഡ്സ് ഓരോരുത്തരുടെ എനർജി ആയിരിക്കും. എങ്ങനെ കണക്റ്റ് ആവുന്നോ അതുപോലെ മാത്രം എടുക്കുക കേട്ടോ. എല്ലാം എല്ലാവർക്കും ഉള്ളതല്ല. ക്ലാരിഫൈ ഈസ് ഓഫ് സോട്ട്സ്, ക്ലാരിഫൈ ഈസ് ഓഫ് സോട്ട്സ്, ക്ലാരിഫൈ ഈസ് ഓഫ് സോട്ട്സ്. 4 of Cups and the Empress. അപ്പോൾ അവർക്ക് റിയലൈസേഷൻ ഉണ്ടായിട്ടുണ്ട്. അതായത് നിങ്ങളെ അവിടെ മിസ്സിങ് എനർജിയാണ്. നിങ്ങളെ കാണാതിരിക്കുമ്പോൾ ഇവർക്ക് വല്ലാതെ തോന്നും, നിങ്ങളെ കാണണം, സംസാരിക്കണം. കാരണം ഇവർ ഹൈലി അട്രാക്റ്റഡ് ആണ് നിങ്ങളുമായിട്ട്. അവർക്ക് നല്ല ബോധ്യം ഉണ്ട് നിങ്ങളില്ലാതെ അവരുടെ ലൈഫ് മുന്നോട്ടൊന്നും പോവില്ല എന്നുള്ള. കാരണം നിങ്ങൾ കൊടുത്ത ഒരു കെയർ, സ്നേഹം അങ്ങനെ ഒന്നും അവർക്ക് വേറെ ആരിൽ നിന്നും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഹൈലി അട്രാക്റ്റഡ് ആണ് നിങ്ങളുമായിട്ട് കേട്ടോ. അവരുടെ കുട്ടികളുടെ അമ്മ അച്ഛനായിട്ട് നിങ്ങൾ തന്നെ അവരുടെ ലൈഫിൽ വേണം. അതായത് അവരുടെ ലൈഫ് പാർട്ട്ണറായിട്ട് നിങ്ങൾ തന്നെ വേണം എന്നുള്ളൊരു നല്ല ബോധം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതുവരെയും നോക്കിയതിൽ ഒരാളുടെ പാർട്ട്ണറിന് പോലും ഒരു നെഗറ്റീവ് തോട്ട്സ് അവിടെ വന്നതായിട്ട് കണ്ടില്ല. എന്തെങ്കിലും വരികയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയും കേട്ടോ. ഇതുവരെയുള്ള കണക്റ്റ് ആയിട്ടുള്ള എല്ലാവരുടെയും എനർജീസ് തന്നെ പോസിറ്റീവായിട്ടാണ് ദൈവം സഹായിച്ച് കിട്ടിയത്. ഓക്കെ, ക്ലാരിഫൈ കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ കിങ് ഓഫ് പെൻറ്റക്കിൾസ്. ഓരോ സെറ്റ് കാർഡ്സ് ഓരോരുത്തരുടെ എനർജി ആയിരിക്കുമേ. കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് വാൻഡ്സ്, 9 ഓഫ് പെൻറ്റക്കിൾസ്. അവിടെ ജോലി സംബന്ധമായിട്ടൊക്കെ റെസ്പോൺസിബിലിറ്റീസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പേഴ്സൺ മാറി നിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ അവർക്ക് അവരുടെ അച്ചീവ്മെൻറ്റ്സ് ഇപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട്. അവരുടെ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഒരുവിധം സോൾവായി വരുന്നുണ്ട്. ജോലിയൊക്കെ ശരിയായിട്ടുണ്ടായിരിക്കും. റെസ്പോൺസിബിലിറ്റീസ് ഒരുവിധം അവർ മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി കുറച്ച് സ്വന്തം കാര്യം നോക്കാം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു നിങ്ങളുമായിട്ട്. അതായത് നിങ്ങളൊരു പ്രപ്പോസലൊക്കെ കൊടുത്തിട്ട് ഒരു പക്ഷേ അവർ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു റിപ്ലൈ തന്നു കാണില്ല. സ്നേഹമാണ് അല്ലെങ്കിൽ സ്നേഹമല്ല എന്ന് പറയണമല്ലോ. അങ്ങനെ ഒരു റിപ്ലൈ നിങ്ങൾക്ക് ചിലപ്പോൾ ഇവർ തന്നു കാണില്ല. കാരണം അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു അവിടെ. എസ്പെഷ്യലി ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു അവിടെ. ആ പ്രശ്നങ്ങൾ അവർ സോൾവ് ആക്കിയിട്ട് നിങ്ങളുമായിട്ടൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ വരുന്നതായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടും തന്നെയാണ് കാണുന്നത്. ഇതിൻ്റെ ഡെസ്റ്റിനി എന്തായിരിക്കും എന്നുള്ളത്, അതായത് അറ്റ് പ്രസൻറ്റ് ഒരു ഹാങ്ങിങ്ങിൽ നിന്നൊരു റിലേഷൻ ഒരു പ്രോപ്പർ റിലേഷൻഷിപ്പിലേക്ക് വരുന്നതായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. അതിന് കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുമോ എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കേണ്ടി വരും. പക്ഷേ ഇതൊരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നതായിട്ട്, ഒരു പുതിയ റിലേഷൻഷിപ്പ് അവിടെ ഫോം ആവുന്നതായിട്ട് കാണുന്നു. സംശയിച്ച് നിൽക്കുകയായിരുന്നെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ഒരു അക്സെപ്റ്റൻസ്, ശരി നമുക്ക് ഇൻ റിലേഷൻ ആവാം എന്നുള്ള രീതിയിൽ ഒരു അക്സെപ്റ്റൻസ് അവിടെ വരുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ 3 ഓഫ് വാൻഡ്സ്, ക്ലാരിഫൈ 3 ഓഫ് വാൻഡ്സ്, 3 ഓഫ് വാൻഡ്സ്, 3 ഓഫ് വാൻഡ്സ്. ഡിവൈൻ അവിടെ എന്താ പറയുക, ഇതാണ് നിങ്ങൾക്കുള്ള ഡെസ്റ്റിനി എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ മാറ്റാനൊന്നുമില്ല അല്ലേ. അവിടെ 3 ഓഫ് വാൻഡ്സ്, 10 ഓഫ് വാൻഡ്സ് ആൻഡ് ഹൈ പ്രീസ്റ്റസ് ആണ്. അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആണ് കേട്ടോ. അവിടെ തടസ്സമായിട്ട് തന്നെയാണ് കാണുന്നത്. ഓരോ ഗ്രൂപ്പ് കാർഡ്സ് ഓരോരുത്തരുടെ ആണ്. ഞാൻ അവിടെ എല്ലാം പോസിറ്റീവ് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇവിടെ ഒരു നെഗറ്റീവ് പറയുമ്പോൾ അതെന്താ അങ്ങനെയും പറഞ്ഞു ഇങ്ങനെയും പറഞ്ഞു എന്ന് ചോദിക്കരുത്. ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളുടെ എനർജിയാണ്. ഇത് നിങ്ങളുടെ എനർജിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം എടുക്കുക, ഇല്ലെങ്കിൽ അങ്ങ് വിട്ട് കളയുക കേട്ടോ. ഇവിടെ ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുമ്പോൾ ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഹൂവർ ഈസ് ദ തേർഡ് പാർട്ടി, ആരാണോ അവിടെ തേർഡ് പാർട്ടി, ആ തേർഡ് പാർട്ടി ഈ വിവരം അറിഞ്ഞ് അതൊരു പ്രോബ്ലം ആകുമെന്നാണ് കാണുന്നത് കേട്ടോ. തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻറ്റ് അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നു. അതൊരു തടസ്സമായിട്ട് തന്നെ അവിടെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. 10 ഓഫ് വാൻഡ്സ് ഒരു തടസ്സമാണ് അവിടെ. ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇവർ പകച്ച് നിൽക്കുന്നതായിട്ട്, ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ ജഗിൾ ചെയ്യുന്നതുമായിട്ടാണ് കാണുന്നത്. ഇവർ ഭയങ്കര ഡിപ്രസ്ഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ. അത് ഒട്ടും ഹാപ്പി ആയിട്ടല്ല അവിടെ ഇരിക്കുന്നത്.
പക്ഷേ അവിടെ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. അത് തേർഡ് പാർട്ടി ഏത് തരം തേർഡ് പാർട്ടിയും ആവട്ടെ, അവിടെ അവരറിഞ്ഞാൽ അത് വലിയ ഇഷ്യൂ ആകും എന്നുള്ളൊരു ഭയം, തടസ്സം എപ്പോഴും അവിടെ ഉണ്ട്. അവരെ പേടിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അത് അവിടെ അങ്ങനെ സ്ലോ ഡൗണിൽ നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ കിങ് ഓഫ് വോൺസ്, ക്ലാരിഫൈ കിങ് ഓഫ് വോൺസ്. ഒരു റീഡിങ്ങിലെല്ലാം പോസിറ്റീവായിട്ട് വരില്ല അല്ലേ? ചിലത് നെഗറ്റീവ്, പലരുടെ എനർജിയാണ്. അപ്പോൾ ചിലർക്ക് നെഗറ്റീവ് ഉണ്ടായിരിക്കും. നമുക്കൊരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമേ ഇത് നിങ്ങളുടെ തന്നെ എനർജി ആണോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു നെഗറ്റീവ് വരുമ്പോഴേക്ക് പെട്ടെന്ന് കയറി അങ്ങ് ഡിപ്രസ്ഡ് ആവരുത് കേട്ടോ. ക്ലാരിഫൈ കിങ് ഓഫ് വോൺസ്, ക്ലാരിഫൈ കിങ് ഓഫ് വോൺസ്, ക്ലാരിഫൈ കിങ് ഓഫ് വോൺസ്. 4 ഓഫ് വോൺസ് ആൻഡ് ദ ഫൂൾ. അവർ നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്. നിങ്ങളുമായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും 11 കാർഡാണ് അവിടെ വന്നിരിക്കുന്നത്. എന്ത് തന്നെ റിസ്ക് ഫാക്ടേഴ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിലും അവർക്ക് അറിയാം. അവർ നിങ്ങളുമായിട്ട് ഹൈലി അട്രാക്റ്റഡ് ആണ്. അവർക്ക് ഒരുപാട് സ്നേഹമാണ്. നിങ്ങൾ അവരുടെ ലൈഫിൽ എന്നും വേണം. എന്ത് റിസ്ക് ഫാക്ടർ ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് നിങ്ങളുടെ ഒപ്പം ഒരു ലൈഫ് വേണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ റിലേഷൻ ഒരു മാരേജിൽ എത്താനുള്ള എല്ലാ സാഹചര്യവും കാണുന്നുണ്ട്. അതിൻ്റെ ഡെസ്റ്റിനി സക്സസ്ഫുൾ ആവുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ക്ലാരിഫൈ 5 ഓഫ് കപ്സ്, ക്ലാരിഫൈ 5 ഓഫ് കപ്സ്. ഡെവിളിൻ്റെ കാർഡ് താഴെ വീണു കേട്ടോ, ഞാൻ എടുക്കാം. 3 ഓഫ് സ്വാർഡ്സ്. ഓക്കെ, ഡെവിൾ കേട്ടോ, ഡെവിൾ എടുക്കട്ടെ ഒരു മിനിറ്റ്. ആൻഡ് ഡെവിൾ. അവിടെ ഒരു സെപ്പറേഷൻ ആണ് കാണുന്നത്. അതിൻ്റെ റീസൺ നിങ്ങളുടെ പേഴ്സൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഡിക്ഷനോ ഒബ്സഷനോ അങ്ങനെയൊക്കെ, ഒരു ഒബ്സസീവ് ടൈപ്പ് ഓഫ് ബിഹേവിയർ, ടോക്സിക് ബിഹേവിയർ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരിക്കണം നിങ്ങളുടെ പേഴ്സൺ. അവിടെ നിങ്ങൾ സ്റ്റേണായിട്ട് ഒരു തീരുമാനം എടുത്തു, ഈ ബിഹേവിയർ മാറ്റാതെ അല്ലെങ്കിൽ അഡിക്ഷൻസിൽ നിന്നും പുറത്ത് വരാതെ നിങ്ങൾക്ക് ആ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അവിടെ ആ തീരുമാനം വളരെ സങ്കടത്തോടെ തന്നെയാണ് നിങ്ങൾ എടുത്തത്. നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ മിസ്സും ചെയ്യുന്നുണ്ട്. അവർ സ്വയം മാറി തിരിച്ചു വരും എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് നിങ്ങൾ ഇതുവരെയും ചിന്തിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു ഹാർട്ട് ബ്രേക്കാണ് നിങ്ങൾക്ക് കാണുന്നത് കേട്ടോ. സിവിയർ ആയിട്ടുള്ള അഡിക്ഷൻസ് ഒക്കെ ആണെങ്കിൽ സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, ആൽക്കഹോൾ, അതുപോലെ സംശയരോഗം, അതേപോലെ എന്താ പറയുക, ഭയങ്കര ടോക്സിക് ആയിട്ട് ബിഹേവ് ചെയ്യുക, അടിക്കുക, അങ്ങനെയൊക്കെ ദേഷ്യം വന്നാൽ അടിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവമുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അബ്യൂസീവ് ലാംഗ്വേജ് യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളൊരു സ്വഭാവമുള്ളൊരു ആൾക്കാരൊക്കെ ആണെങ്കിൽ അതങ്ങ് വിട്ട് കളയുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. അതിൽ കടിച്ചു തൂങ്ങി നിൽക്കാതെ ആ ഒരു റിലേഷനിൽ നിന്ന് പുറത്ത് കടക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത് തന്നെയാണ് നിങ്ങൾക്കും നല്ലത് എന്ന് ഞാൻ പറയുള്ളൂ. ബോട്ടം ഓഫ് ദി ഡെക്ക് കിങ് ഓഫ് കപ്സ് ആയിരുന്നു. ക്ലാരിഫൈ കിങ് ഓഫ് കപ്സ്, ക്ലാരിഫൈ കിങ് ഓഫ് കപ്സ്. കിങ് ഓഫ് കപ്സ് ഒക്കെ സ്നേഹം അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ക്ലാരിഫൈ കിങ് ഓഫ് കപ്സ്. 6 ഓഫ് കപ്സ് ആൻഡ് 8 ഓഫ് കപ്സ്. അവിടെ നിങ്ങളുടേത് വളരെ ലോങ് ടേം റിലേഷൻഷിപ്പാണ്. ഒരുപാട് കാലമായിട്ട് നിങ്ങൾക്ക് പരസ്പരം അറിയാം. ഒരുപാട് സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അവിടെ നിങ്ങളുടെ അടുത്തേക്ക് ഒരു തീരുമാനമായിട്ട് അവർ വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസിലായിരിക്കും ഈ സമയത്ത്, പക്ഷേ അവർക്ക് ഒരുപാട് സ്നേഹമാണ് നിങ്ങളോട്. ചിലപ്പോൾ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവില്ല. കണ്ടിട്ടില്ലെങ്കിൽ അവിടെ ഒരു റീയൂണിയനുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ലോങ് ടേം ഫ്രണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കണം. അവിടെ ഒരു റീയൂണിയൻ നിങ്ങളുടെ ഇടയിൽ വരുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടായിരിക്കും, പരസ്പരം കണ്ടിട്ട് ഒരുപാട് നാളായിരിക്കും, സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുകയായിരിക്കും, വേറെ വേറെ സ്ഥലത്തൊക്കെ ആയിരിക്കും. പക്ഷെ അവർ ട്രാവൽ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടും ഒരു റിലേഷൻഷിപ്പ് അവിടെ ഫോം ആവുന്നതായിട്ടുമാണ് കാണുന്നത്. അതൊരു ഓൾഡ് റിലേഷൻഷിപ്പാണ്, പക്ഷേ അതിന് ഒരു റൊമാൻറ്റിക് തലം ഇതുവരെ വന്നിട്ടില്ല. ആ റൊമാൻസ് ഇപ്പോഴാണ് ഫോമായി വരുന്നത്. അങ്ങനെ ഒരു റീയൂണിയൻ നിങ്ങളുടെ ഇടയിൽ വരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഒരുപാട് കാലമായിട്ട് അറിയാമോ എന്ന് ചോദിച്ചാൽ അറിയാം. ഒരുപാട് മെമ്മറീസ് നിങ്ങളുടെ ഇടയിലുണ്ട്. പക്ഷെ റീസെൻ്റായിട്ടാണ് അതൊരു സ്നേഹമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയത്. അങ്ങനെയുള്ള രീതിയിലുള്ളൊരു ബന്ധം ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. അങ്ങനെയുള്ള പേഴ്സൺസ് തമ്മിൽ കാണാനുള്ള സാഹചര്യം വരുന്നുണ്ടെന്നാണ് അവിടെ കാണുന്നത് കേട്ടോ. അതിൻ്റെ ഭാവി ഇനി എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോഴേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു സെക്കൻഡ് പൈലുകാർക്കുള്ള അവരുടെ റിലേഷൻഷിപ്പിലേക്കുള്ള തീരുമാനങ്ങൾ എന്തായിരിക്കും എന്നുള്ളൊരു അതിൻ്റെ ഒരു ഗ്ലിംസ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് തേർഡ് ഗ്രൂപ്പുകാരുടെ അടുത്തേക്ക് പോകാം.
ഒന്നാമത്തെ പൈലർക്ക് ഇതിൽ ചില കാർഡ്സ് പിക്ചേഴ്സ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് മറച്ചു വെച്ചിട്ട് വേണം കാണിക്കാനേ. അപ്പോൾ ഞാൻ കാർഡ്സ് ഒന്ന് സൈഡിലേക്ക് വെച്ചിട്ടാണ് എടുക്കുന്നത്. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് ഒരു പേഴ്സണുമായിട്ട്, അവരുടെ പേഴ്സണുമായിട്ട് തീവ്രമായ പ്രണയത്തിലാണ്. അവരുടെ ബന്ധത്തിൻ്റെ ഡെസ്റ്റിനി എന്തായിട്ടാണ് അങ്ങ് തീരുമാനിച്ചിരിക്കുന്നത്? ഡിവൈൻ്റെ തീരുമാനം എന്തായിരിക്കും എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്? എൻ്റെ വ്യൂവേഴ്സ് അവരുടെ പേഴ്സണുമായ തീവ്രമായ റിലേഷനിലാണ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ആ റിലേഷനെ കുറിച്ച് ഉള്ള വിധി എന്താണ് അങ്ങ് തീരുമാനിച്ചിരിക്കുന്നത്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ വിധി എന്താണ് അവിടെ നിന്ന് തീരുമാനിച്ചിരിക്കുന്നത്? പറഞ്ഞു തരൂ. ഹൈ പ്രീസ്റ്റസ്, ഡെത്ത്, Page of Cups, World, Emperor, Star, Sun, good. Fool. Bottom of the deck, Knight of Wands. Okay. Clarify High Priestess. എന്തുകൊണ്ടാണ് അവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി വന്നത്? ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി എന്തുകൊണ്ടാണ് അവിടെ വന്നത്? ഹൈ പ്രീസ്റ്റസ് എപ്പോഴും നെഗറ്റീവ് കാർഡൊന്നും അല്ല കേട്ടോ. ഹൈ പ്രീസ്റ്റസ് ഒരു ഹൈ പോസിറ്റീവ് കാർഡാണ്. ബാക്കി കാർഡ്സ് വെച്ച് വേണം നമുക്ക് അത് ഡിസൈഡ് ചെയ്യാൻ. ക്ലാരിഫൈ ഹൈ പ്രീസ്റ്റസ്. ഓക്കെ. പേജ് ഓഫ് സ്വാർഡ്സ് ആൻഡ് ലവേഴ്സ്. ഓക്കെ, അവിടെ പ്രശ്നമൊന്നുമില്ല. അവിടെ നിങ്ങളുടെ പാരൻ്റൽ പ്രഷറായിരുന്നു നിങ്ങളുടെ സെപ്പറേഷന് കാര്യമെങ്കിൽ, സെപ്പറേഷൻ അല്ല എതിർപ്പ് കാരണം നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. വീട്ടിൽ നിന്നുള്ള എതിർപ്പ് അവിടെ അത് കാരണം നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നെങ്കിൽ, എസ്പെഷ്യലി മദറിൻ്റെ സൈഡിൽ നിന്ന് അവിടെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ മദറുമായിട്ട് അല്ലെങ്കിൽ ആ എതിർത്ത് നിന്ന ആ വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവിടെ കാര്യങ്ങൾ സെറ്റിലാക്കുന്നതായിട്ടും നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് പോകുന്നതായിട്ടുമാണ് കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഹൈ പ്രീസ്റ്റസ് എപ്പോഴും ഒരു മോശപ്പെട്ട കാർഡല്ല. അവിടെ നിങ്ങളുടേത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നൊക്കെ തന്നെ അവരുടെ ആ എതിർത്ത് നിന്ന ആ പേഴ്സണെ ബോധ്യപ്പെടുത്തുന്നതായിട്ടും നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് പോകുന്നതുമായിട്ടുമാണ് കാണുന്നത് കേട്ടോ. അവരാ റിലേഷനെ സമ്മതിക്കുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ ദ ഡെപ്ത്, ക്ലാരിഫൈ ദ ഡെപ്ത്, clarify the depth, clarify the depth. 9 of Cups and 6 of Wands. വെരി ഗുഡ്. അവിടെ ഒരു കല്യാണം തന്നെയാണ്. നിങ്ങളുടെ ലൈഫിനൊരു ന്യൂ ബിഗിനിങ് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അവർക്ക് നിങ്ങളുമായിട്ടൊരു വിവാഹമൊക്കെ തന്നെയാണ് അവരുടെ മനസ്സിൽ. അത് ആ ഡെസ്റ്റിനിയും അങ്ങനെ തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് ലൈഫിന് ഒന്നിച്ചൊരു പുതിയ തുടക്കം ഉണ്ടാവുന്നതായിട്ടാണ് ഡിവൈൻ അവിടെ പറയുന്നത് കേട്ടോ. ക്ലാരിഫൈ പേജ് ഓഫ് കപ്സ്, പേജ് ഓഫ് കപ്സ്, ക്ലാരിഫൈ പേജ് ഓഫ് കപ്സ്. ക്വീൻ ഓഫ് കപ്സ് ആൻഡ് കിങ് ഓഫ് കപ്സ് എന്ത് പറയുന്നു? ഒരു കപ്പിളാണത് അല്ലേ? നിങ്ങൾ തമ്മിൽ ഇൻ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഇപ്പോൾ റെഗുലറായിട്ട് ചാറ്റൊക്കെ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ വലിയ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ ഇടയിലില്ല. നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു റിലേഷൻഷിപ്പിലാണ് മുന്നോട്ട് പോകുന്നത്. ഒന്നുകിൽ നിങ്ങൾ ഓൾറെഡി സ്പൗസാണ്, രണ്ടുപേരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചവരാണ്. അത് വളരെ മനോഹരമായ റിലേഷൻ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ നിങ്ങൾ സൂൺ സ്പൗസസ് ആയിട്ട് മാറുന്നതായിട്ടും കാണുന്നു കേട്ടോ. നിങ്ങളുടെ കല്യാണം ഇതുവരെയും കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു കപ്പിളായിട്ട് മാറുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. കമ്മ്യൂണിക്കേഷൻ വളരെ മനോഹരമായിട്ട് തന്നെ നിങ്ങളുടെ ഇടയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഡിവൈൻ പറയുന്നത് നിങ്ങളെന്നും ഒന്നിച്ചിരിക്കാൻ ഡെസ്റ്റിനി ഉള്ളവരാണ്, പരസ്പര സ്നേഹത്തോടെ അണ്ടർസ്റ്റാൻഡിങ്ങോടെ എന്ന് തന്നെയാണ് ഡിവൈൻ അവിടെ പറയുന്നത് കേട്ടോ. ക്ലാരിഫൈ ദ വേൾഡ്. നെഗറ്റീവ് വരുമ്പോൾ ഞാൻ പറയുവേ. ക്ലാരിഫൈ ദ വേൾഡ്, ക്ലാരിഫൈ ദ വേൾഡ്. ഓരോ സെറ്റ് എനർജീസ് ഓരോരുത്തർക്കുള്ളതാണ്, അങ്ങനെ എടുക്കുക. എല്ലാം എല്ലാ പേർക്കും ഉള്ളതല്ല. ഇതുവരെയും ഇവിടെ നെഗറ്റീവായിട്ട് കാർഡ്സ് ഒന്നും കണ്ടില്ല കേട്ടോ. 8 of Pentacles ആൻഡ് Ace of Swords. അവിടെ ലോങ് ഡിസ്റ്റൻസിൽ അവർ ഇരിക്കുകയാണ്. ഓക്കെ, ഇതൊരു വെയിറ്റിംഗ് പീരീഡ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ. വേൾഡ് എന്ന് പറയുന്ന ഒരു വെയിറ്റിംഗ് പീരീഡ് ആയിട്ടാണ് കാണുന്നത്.
അവിടെ പ്രശ്നം ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റിയാണ്, ജോബാണ്. അവർക്ക് റിയലൈസേഷൻ ഉണ്ട്, നിങ്ങൾ അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു റിയലൈസേഷനൊക്കെ അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി മൂലം ഇവർ എബ്രോഡൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ഒന്ന് വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ വെയിറ്റിംഗ് പീരീഡ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമെന്നാണ് ഡിവൈൻ അവിടെ പറയുന്നത് കേട്ടോ. ഉടനെ ഒരു സക്സസ് ആ റിലേഷനിൽ കാണുന്നില്ല. അവിടെ ഒരു വെയിറ്റിംഗ് പീരീഡ് തന്നെയാണ്. കാരണം ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി കുറച്ച് സ്ട്രോങ് ആയിട്ട് അവിടെ കാണുന്നു. ഇമോഷൻസ് തീർച്ചയായിട്ടും ഉണ്ട് നിങ്ങൾക്കായിട്ടും, പക്ഷെ നിങ്ങൾ ഒരു വെയിറ്റിംഗ് പീരീഡിൽ കുറച്ചുകൂടി ഇരുത്തുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. ക്ലാരിഫൈ ദി എംപറർ, ക്ലാരിഫൈ ദി എംപറർ, ക്ലാരിഫൈ ദി എംപറർ. സെവൻ ഓഫ് കപ്സ് ആൻഡ് ദി മൂൺ. ഇവിടെ റെസ്പോൺസിബിലിറ്റീസ് ഇവരുടെ വീട്ടിലുള്ള ഏർണിംഗ് മെമ്പർ ആയിരിക്കും. അതായത് ഇവർക്ക് ഇവരുടെ ഫാമിലിയിലുള്ള മറ്റുള്ളവരുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തേ കഴിയൂ. ഇവർ ഒരു പക്ഷെ മൂത്ത മകനോ മകളോ അങ്ങനെയൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ഓൺലി ഏർണിംഗ് മെമ്പർ ആയിരിക്കാം, ആ വീട്ടിലുള്ള കുടുംബനാഥനായിരിക്കാം, അച്ഛനായിരിക്കാം, അങ്ങനെ. അതായത് വളരെ റെസ്പോൺസിബിലിറ്റി ഇവർക്ക് ഉണ്ട് ആ വീട്ടിൽ എന്നുള്ള ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ തലയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിന്തകൾ മാത്രമല്ല, റെസ്പോൺസിബിലിറ്റീസും ഒരുപാടാണ്. ഒന്ന് രണ്ടൊന്നും അല്ല, ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സങ്കടത്തോടെ തന്നെ നിങ്ങളെ ഒന്ന് മാറ്റി നിർത്തുന്നതായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. നെഗറ്റീവ് വന്നില്ല എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്ക് 2 സെറ്റ് കാർഡ്സ് നെഗറ്റീവിലേക്ക് വന്നു. അവിടെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള വെയിറ്റിംഗ് പീരീഡ് തന്നെയാണ്. കാരണം ഇവർക്ക് ഈ റെസ്പോൺസിബിലിറ്റീസ് ഉടനെ തീരുന്നതായിട്ടൊന്നും കാണുന്നില്ല. അവർക്ക് അവിടെ പാടെ എടുത്തെറിഞ്ഞ് വരാൻ പറ്റാത്തൊരു സാഹചര്യമായിട്ട് തന്നെയാണ് കാണുന്നത്. അവർ ആ റെസ്പോൺസിബിലിറ്റീസിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ടാണ്, വെയിറ്റേജ് ആ റെസ്പോൺസിബിലിറ്റിക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ ദി സ്റ്റാർ, ക്ലാരിഫൈ ദി സ്റ്റാർ. ഇത് ഏതൊക്കെ കാർഡ് ആർക്കൊക്കെ റെസനേറ്റ് ആകുന്നോ, ഓരോ ഗ്രൂപ്പ് ഓരോരുത്തരുടെ എനർജിയാണ്. ഈ ഓരോ സെറ്റ് കാർഡ്സും ഓരോരുത്തരുടെ എനർജിയാണ് കേട്ടോ. അപ്പം അങ്ങനെ മാത്രം എടുക്കുക. Clarify the star, clarify the star, clarify the star. And wheel of fortune. അവിടെ തടസ്സങ്ങളുണ്ട് കേട്ടോ, തടസ്സങ്ങളില്ലായികയല്ല. പക്ഷെ നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റിയുമായിട്ട് വന്നൊരു പേഴ്സണാണ്. അതായത് ഇവർ എവിടെയോ തകർന്ന് നിന്നൊരു സമയത്ത് നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ഈ പേഴ്സണിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. തിരിച്ചു ആവാം കേട്ടോ. കാരണം നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ അവർക്ക് വല്ലാത്തൊരു മനസ്സമാധാനവും ഹീലിങ്ങും ഒക്കെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ആ സിറ്റുവേഷൻ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ഉണ്ടായിരുന്നല്ലോ, ആ സിറ്റുവേഷൻ അവിടെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഹീല് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഹീലിംഗ് പ്രോസസ്സിൽ കൂടി ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സമയം മാറി വരും, നിങ്ങളുടെ ഫേവറിൽ കാര്യങ്ങൾ വർക്കൗട്ട് ആവും എന്ന് തന്നെയാണ് ഡിവൈൻ അവിടെ പറയുന്നത്. നിങ്ങളുടെ റിലേഷൻ ഒരു ബാലൻസിലെത്തും, നിങ്ങൾക്കൊരു വിഷ് ഫുൾഫിൽമെൻറ്റ് കിട്ടും എന്ന് തന്നെയാണ് ഡിവൈൻ അവിടെ പറയുന്നത് കേട്ടോ. ആ സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും അത് തരണം ചെയ്ത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ എത്തിക്കുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, സമയമെടുക്കും. ഓക്കെ, സമയമെടുത്ത് ആ സിറ്റുവേഷൻ മാറി വരണം. മാറി വന്നാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അതുകൊണ്ട് കുറച്ച് സമയം വേണ്ടി വരും കേട്ടോ. അടുത്ത ഗ്രൂപ്പുകാർക്ക് ക്ലാരിഫൈ ദ സൺ, ക്ലാരിഫൈ ദ സൺ, ദ സൺ. 2 of wands and knight of cups. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, ലോങ് ഡിസ്റ്റൻസും കാണുന്നുണ്ട് കേട്ടോ. ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേദന അവർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടെമ്പററി സെപ്പറേഷനിൽ നിങ്ങളെ വെച്ച് കാണും ആ സിറ്റുവേഷനിൽ പെട്ടിട്ട്. ഓക്കെ, അവിടെ അവർ ആ പിരിഞ്ഞു പോയി അവിടെ ഇവർ മനസ്സിലാക്കി നിങ്ങൾ അവരുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, നിങ്ങളായിരുന്നു ആ വെളിച്ചം അവരുടെ ലൈഫിൽ എന്നുള്ളത് അവർ മനസ്സിലാക്കി ഉറപ്പായിട്ടും കേട്ടോ. ആ ഒരു റിയലൈസേഷനിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് ഒരു ശുഭാമണമൊക്കെ ആയിട്ട് തിരിച്ചു വരും, നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ടാകും എന്നാണ് അവിടെ പറയുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളെ വിട്ടുപോയ ആർക്കോ ഉള്ള ഒരു കാർഡാണത്. ആ സിറ്റുവേഷൻ, ആ തീരുമാനം തെറ്റായിരുന്നു എന്നവർ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒരു ക്ഷമാപണവുമായിട്ട് തിരിച്ചു വരും, ഒരു റീയൂണിയൻ ഉണ്ടാകും എന്നാണ് ഡിവൈൻ അവിടെ നിങ്ങളുടെ കാര്യത്തിൽ പറയുന്നത് കേട്ടോ. ആർക്കൊക്കെ ഏതൊക്കെ റെസനേറ്റ് ആകുന്നു ആ ഗ്രൂപ്പ് മാത്രം എടുക്കുക. ഓക്കെ, എല്ലാ കാർഡും എല്ലാ പേർക്കും ഉള്ളതല്ല, ഓരോ ഗ്രൂപ്പ് ഓരോരുത്തരുടെ എനർജിയാണ്. ക്ലാരിഫൈ ദ ഫൂൾ, ക്ലാരിഫൈ ദ ഫൂൾ, ക്ലാരിഫൈ ദ ഫൂൾ.
ഈ ഗ്രൂപ്പിലാണ് കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടിയത് അല്ലേ? ജഡ്ജ്മെൻറ്റ് ആൻഡ് 3 of Wands കേട്ടോ. അതായത് ഇവിടെയും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്, ലോങ് ഡിസ്റ്റൻസും ഉണ്ട്. പക്ഷെ അവർക്ക് തോന്നുന്നത് നിങ്ങളുടേത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. അതുകൊണ്ട് തന്നെ റിസ്ക് ഫാക്ടേഴ്സ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാമെന്നാണ് അവർ നിങ്ങളുടെ പേഴ്സൺ തീരുമാനിക്കുന്നതായിട്ട് കാണുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് എത്തുമോ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് നോക്കേണ്ടി വരും. ഓക്കെ, ആസ് ഇറ്റ് ഈസ് ഞാൻ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഡെസ്റ്റിനി എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഡിവൈൻ എന്താണ് നിങ്ങളോട് പറയുന്നത്? നിങ്ങൾ പിരിഞ്ഞിരിക്കുവാണോ, അല്ല ഒരു തീരുമാനം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ തീരുമാനം എന്തായിരിക്കും, അതിൻ്റെ ഡെസ്റ്റിനി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അറ്റ് പ്രസൻറ്റ് നമുക്ക് കാണുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയാലും ലോങ് ഡിസ്റ്റൻസ് ആയാലും അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ മനസ്സിലാക്കിയിട്ട് എന്ത് റിസ്ക് തന്നെ ഉണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാം എന്നൊരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അടുത്ത വീഡിയോ നെക്സ്റ്റ് ആക്ഷൻ ഫ്രം യുവർ പേഴ്സൺ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ എല്ലാ സിറ്റുവേഷനിലും അവരെന്തായിരിക്കും തീരുമാനം എടുക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ക്ലാരിറ്റി കിട്ടും കേട്ടോ. ക്ലാരിഫൈ നൈറ്റ് ഓഫ് വാൻഡ്സ്, ക്ലാരിഫൈ നൈറ്റ് ഓഫ് വാൻഡ്സ്, ക്ലാരിഫൈ നൈറ്റ് ഓഫ് വാൻഡ്സ്, ക്ലാരിഫൈ നൈറ്റ് ഓഫ് വാൻഡ്സ്. സ്ട്രെങ്ത് ആൻഡ് ഹെറോഫൻറ്റ്. അവിടെയും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്, പക്ഷെ നിങ്ങളെ പ്രതി ഹൈലി പാഷനേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ അവർ എന്താണ് തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ഫാമിലി ലൈഫും നിങ്ങളുമായിട്ടുള്ള റിലേഷനും ഒരു ബാലൻസിൽ ക്ഷമയോടെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് നിങ്ങളുടെ പേഴ്സൺ തീരുമാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് അപ്പുറത്തും അവരുടെ റെസ്പോൺസിബിലിറ്റീസ് വിട്ട് അവർ വരികയൊന്നുമില്ല, പക്ഷെ നിങ്ങളെയും ഉപേക്ഷിക്കില്ല എന്നുള്ള രീതിയിൽ മിഡിലിൽ പോകാം എന്നുള്ളൊരു രീതി ഉണ്ടല്ലോ. രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ തീരുമാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ വളരെ എന്താ പറയുക, ബാലൻസോടുകൂടി ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും സിറ്റുവേഷൻ വളരെ ക്ഷമയോടെ ബാലൻസ് ചെയ്ത് നിങ്ങളുടെ പേഴ്സൺ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. ഇവിടെ ഒരു ഫൈനൽ കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് മാത്രമായിട്ട് തരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഫാമിലിയും വിടില്ല, നിങ്ങളെയും വിടില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. ഓക്കെ, ഇപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി എല്ലാവരും പുതുതായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തു തരണേ. അതുപോലെ വേറെ എന്താണ്, പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം, കോണ്ടാക്ട് ചെയ്തോളൂ വേണ്ടവർ. അതേപോലെ ലൈവ് നെക്സ്റ്റ് മെമ്പേഴ്സ് ലൈവ് മൺഡേ വരുന്നുണ്ട്, മൺഡേ ജോയിൻ ചെയ്തോളൂ മൈ ഡിയർ മെമ്പേഴ്സ്. ഓക്കെ, മെമ്പേഴ്സിനെ കണ്ടിട്ട് ഒരുപാട് നാളായി, അപ്പോൾ മൺഡേ എന്തായാലും വരുന്നുണ്ട്. ഓക്കെ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.